പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 43-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് ഒരു പങ്ക് പട്ടിണിക്കാർക്ക്. ഒരു ഉച്ചനേരത്ത് ഗാന്ധിജി ഒരു സ്കൂളിൽ എത്തിച്ചേർന്നു. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു. ചിലർ പകുതി കഴിച്ച് ബാക്കി മുറ്റത്തും പറമ്പിലുമൊക്കെ കളയുന്നത് ഗാന്ധിജി കണ്ടു. അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു, മക്കളെ, ഭക്ഷണം ഇങ്ങനെ വലിച്ചെറിയാനുള്ളതല്ല. ഈശ്വരൻ നമുക്ക് തരുന്ന സമ്മാനമാണിത്. നിങ്ങളുടെ കൂട്ടുകാരിൽ പലരും പട്ടിണിയിലാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഭക്ഷണം അവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ധാരാളം കുട്ടികൾ അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരുന്നു. അക്കൂട്ടത്തിൽ ഒരു കുസൃതി പയ്യനും ഉണ്ടായിരുന്നു. അവൻ ഗാന്ധിയോട് ചോദിച്ചു, അപ്പൂപ്പ, ഒരാൾ കഴിച്ചതിന്റെ ബാക്കി എങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കും? ഗാന്ധിജി ചിരിച്ചു. കുഞ്ഞെ, നീ പറഞ്ഞത് ശരി തന്നെ. എച്ചിൽ മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. കഴിക്കുന്നതിന് മുമ്പ് പട്ടിണിക്കാരായ ചങ്ങാതിമാർക്ക് അതിൽ നിന്നൊരു ചെറിയ പങ്ക് മാറ്റിവെക്കണം. അപ്പോൾ നിങ്ങളുടെ വിശപ്പ് മാറുന്നതോടൊപ്പം അവരുടെ വിശപ്പും മാറും. അത് ശരിയാണെന്ന് കുട്ടികൾക്ക് ബോധ്യമായി. പിറ്റേന്ന് മുതൽ ഗാന്ധിജി പറഞ്ഞതുപോലെ അവർ ചെയ്യാൻ തുടങ്ങി. മക്കളെ, നിങ്ങളും നിങ്ങളുടെ ഉച്ചഭക്ഷണ സമയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ ദിവസവും എത്രമാത്രം ഭക്ഷണമാണ് നമ്മുടെ സ്കൂളിൽ വയ്ക്കുന്ന വേസ്റ്റ് ബക്കറ്റിൽ നിറയുന്നത്? ഇവയൊക്കെ മറ്റൊരാളുടെ ആഹാരമാകേണ്ട വസ്തുക്കളാണ്. സാധനങ്ങൾ വാങ്ങി ഭക്ഷണം രുചികരമായി തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിൽ വിളമ്പി തരുമ്പോൾ അവ ആസ്വദിച്ച് പൂർണ്ണമായും കഴിച്ച് ആരോഗ്യത്തോടെ മുന്നേറുകയാണ് വേണ്ടത്. ഇനി ഒരിക്കലും ഭക്ഷണം വേസ്റ്റാക്കില്ലെന്നുള്ള തീരുമാനം എൻ്റെ കുട്ടികളും എടുക്കണം. പല യാത്രകളും ടീച്ചർ ചെയ്ത അനുഭവത്തിൽ നിന്നും പറയുകയാണ്. പലപ്പോഴും വിവാഹങ്ങളിലും മറ്റ് ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ഭക്ഷണ വസ്തുക്കൾ വേസ്റ്റാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ബുഫേ സ്റ്റൈലിലുള്ള ഭക്ഷണമാകുമ്പോൾ ഇഷ്ടം പോലെ വിളമ്പിയെടുക്കുകയും അവയിൽ പകുതി പോലും കഴിക്കാതെ ബാക്കി വരുന്നവ വേസ്റ്റ് ബിന്നുകളിലേക്ക് തട്ടുന്നതുമായ ശീലങ്ങൾ നമുക്ക് ചുറ്റും കാണാറുണ്ട്. ഇത് തെറ്റായ രീതിയാണ്. നമുക്കാവശ്യമുള്ള ഭക്ഷണം മാത്രം വിളമ്പിയെടുക്കുക, അവ പൂർണ്ണമായും കഴിക്കുക. ഭക്ഷണം ആവശ്യത്തിന് മാത്രമാണ് കഴിക്കേണ്ടത്. അമിതമായി കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ആരോഗ്യത്തിന് ദോഷം ചെയ്യുകയേ ഉള്ളൂ. മക്കളെ, ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.